തീ പിടിച്ചൊരു കാട് പോലെ അവൻ ജീവിക്കുന്നത്. അവനെന്തെങ്കിലും പറ്റിയ പിന്നെ നമ്മൾ 4 പെണ്ണുങ്ങളും കുഞ്ഞുങ്ങളും വഴിയാധാരമായി പോവും. ഒന്ന് സഹായിക്കാൻ പോലും നമുക്ക് ആരുമില്ല. ഇനി ഒരിക്കലും ഞാൻ സച്ചേട്ടനെ വേദനിപ്പിക്കില്ല അമ്മ. എങ്കിൽ പിന്നെ ഞാൻ പോയി മോളെ കൂട്ടിക്കൊണ്ട് വരട്ടെ ഗുരുജി? മോളെ കൊണ്ടുവരാം, പക്ഷേ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്താ ഗുരുജി? ചികിത്സാ മുറിയിൽ എന്റെ അനുവാദമില്ലാതെ മറ്റാർക്കും പ്രവേശനമില്ലെന്നറിയാലോ. അറിയാം. അത് കുട്ടിക്കും ബാധകമായിരിക്കും. അത് ഞാൻ ശ്രദ്ധിച്ചോളാം. എങ്കിൽ ധൈര്യമായിട്ട് മുന്നോട്ട് പൊക്കോളൂ. പൂർവാനുഭവത്തിന്റെ നിഴൽ മനസ്സിൽ വീണ്ടും പതിയുമ്പോൾ മറന്നുപോയ സ്മൃതികൾ സ്വയം തിരിച്ചെത്തും. ശരി ഗുരുജി. അമ്മ അവളെ പ്രത്യേകം ശ്രദ്ധിക്കണം. അവളുടെ മനസ്സാകെ തകർന്നിരിക്കുക. ഇവളും കൂടെ നമ്മളെ തോൽപ്പിച്ച പിന്നെ എനിക്ക് പിടിച്ചേക്കാൻ പറ്റില്ല. അമ്മയ്ക്കറിയാം മോനെ, അവളൊക്കെ വലിയ സങ്കടത്തിലാ നീ ജീവിക്കുന്നതെന്ന്. നിന്റെ ഉള്ളിലെത്തി അമ്മ കാണുന്നുണ്ട്. നിന്റെ ഒറ്റയാളിന്റെ കഷ്ടപ്പാടില്ല ഇപ്പൊ ഈ വീട് മുന്നോട്ട് പോകുന്നത്. ഇതൊന്നും എനിക്കൊരു കഷ്ടപ്പാടല്ലമ്മേ. നമ്മള് ഇപ്പൊ അനുഭവിക്കുന്ന ഈ കഷ്ടപ്പാടൊക്കെ മാറുമേ. വീണ്ടും നമുക്ക് നല്ല കാലം വരും. പക്ഷേ അതുവരെ നമ്മൾ കാത്തിരുന്നേ പറ്റൂ. എന്നാലും സന്ദീപ് ഇത്രയ്ക്ക് ദുഷ്ടനായി പോയല്ലോ മോനെ. അവന്റെ പ്രധാന ശത്രു ഇപ്പൊ ഞാനാ. എല്ലാത്തിനും അവൻ എന്നെയല്ലേ കുറ്റപ്പെടുത്തുന്നേ. ഞാൻ പറഞ്ഞിട്ടാ അവള് ഡിവോഴ്സ് നോട്ടീസ് അയച്ചെന്നാ അവൻ വിശ്വസിച്ചിരിക്കുന്നേ. അവന്തിക അവളെന്റെ കുഞ്ഞിനെ നശിപ്പിക്കും. അതിനു മുമ്പ് എങ്ങനെയെങ്കിലും അവരെ നമുക്ക് രക്ഷപ്പെടുത്തണം പോലെ. പറഞ്ഞു കൊടുത്താലും തലേ കയറില്ലെന്ന് വെച്ചാ പിന്നെന്ത് ചെയ്യും? കോടതിയിലെ കേസ് തോൽക്കുമെന്ന് അവന്റെക്ക് നല്ലതുപോലെ അറിയാം. അതിനാ അവനെ മുന്നിൽ നിർത്തി അവൾ ഈ കളി കളിക്കുന്നേ. സ്വന്തം ഭാര്യയെ മോളെ നഷ്ടപ്പെടുത്തിയിട്ട് അവന് കിട്ടുന്ന ലാഭം എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. മോനെ, അമ്മയൊന്ന് പോയി അവനെ കണ്ടാലോ? എന്റെ പോക്ക് വേണ്ടി വേണമെങ്കിൽ ഞാൻ അവന്റെ കാല് പിടിക്കാം. ഏയ് വേണ്ട വേണ്ട, അമ്മ അവന്റെ കാല് പിടിക്കാൻ പോവാൻ ഞാൻ സമ്മതിക്കില്ല. മോനെ, ഞാൻ പോവാം. ഒന്നുകൂടി സംസാരിച്ചു നോക്കാം. വേണമെങ്കിൽ അവനോട് മാപ്പും പറയാം. എങ്ങനെയെങ്കിലും ഈ വിവാഹമോചനത്തിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കാൻ നോക്കാം. ഇങ്ങനെ സങ്കടപ്പെടാൻ നിന്റെ ആരെങ്കിലും ചത്തോ? മോളെ, മോളെ, കരയാതെ. അമ്മയില്ലടാ കൂടെ. പിന്നെന്തിനാ നീ പേടിക്കുന്നത്? അമ്മ പേടിക്കണ്ട, ഞാനിനി ആത്മഹത്യയൊന്നും ചെയ്യില്ല. ഇങ്ങനെ മുറി കയറി അടച്ചിരിക്കുമ്പോഴാ എന്റെ മക്കളുടെ മനസ്സിൽ സങ്കടം തോന്നുന്നത്. മോളുവ, എവിടെ ഇരിക്കും? എന്റെ മോള് ധൈര്യത്തോടെ ഇരിക്കണം. എന്തു വന്നാലും പോട്ട് പുല്ലെന്ന് പറഞ്ഞ് അതിനെ നേരിടണം. നീ എന്റെ മോളല്ലേടി? നിങ്ങൾക്കെല്ലാം ഞാൻ ഉണ്ടാക്കിയ നാണക്കേട് വലുതാണെന്ന് എനിക്കറിയാം.
അമ്മയ്ക്കിതൊന്നും ഒരു പ്രശ്നമല്ല മോളെ. പക്ഷേ സച്ചി, അവന്റെ കാര്യം മോള് ഓർക്കണം. ഈ വീട്ടിൽ ഓരോരുത്തരുടെയും സങ്കടങ്ങളും വേദനകളും എല്ലാം താങ്ങുന്നതും നേരിടുന്നതും അവനല്ലേ. അവനൊരു മനുഷ്യനല്ലേ. എല്ലാം സഹിക്കുന്നതിനൊരു പരിധിയില്ലേ മോളെ. എനിക്കറിയാം അമ്മ. ആത്മഹത്യ ചെയ്യണമെങ്കിൽ എത്ര വട്ടം അവനത് ചെയ്യുമായിരുന്നു. അച്ഛനെയും മോളെ നഷ്ടപ്പെട്ടതിന്റെ തീരാ ദുഃഖവും പേരും നടക്കുന്നവനവൻ. പുറമേ മനസ്സമാധാനം സന്തോഷമൊക്കെ കാണിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. തീ പിടിച്ചൊരു കാട് പോലെ അവൻ ജീവിക്കുന്നത്. അവനെന്തെങ്കിലും പറ്റിയ പിന്നെ നമ്മൾ 4 പെണ്ണുങ്ങളും കുഞ്ഞുങ്ങളും വഴിയാധാരമായി പോവും. ഒന്ന് സഹായിക്കാൻ പോലും നമുക്ക് ആരുമില്ല. ഇനി ഒരിക്കലും ഞാൻ സച്ചേട്ടനെ വേദനിപ്പിക്കില്ല അമ്മ. ഞാൻ കാണിച്ച ബുദ്ധിമോശം എനിക്ക് മനസ്സിലായി. മോൾക്കറിയാതെ അമ്മ എന്തിനാ കരഞ്ഞേ? അമ്മ കരഞ്ഞില്ലല്ലോ. എന്നിട്ടാണോ അമ്മയുടെ കണ്ണ് നിറഞ്ഞേ? അച്ഛൻ വരാത്തോണ്ടാണോ അമ്മ കരഞ്ഞേ? അമ്മ കരയണ്ട, അമ്മക്ക് ഞാനില്ലേ. ഉമ്മ അമ്മൂട്ടി പറഞ്ഞത് കേട്ടില്ലേ മക്കളെ? ഈ ധൈര്യം പോരെ നിനക്ക് ജീവിക്കാൻ? ആരുമില്ലെങ്കിൽ എന്താ? നിനക്ക് ഈ മോളില്ലേ, ഈ അമ്മയില്ലേ, സച്ചിയും ഞങ്ങളെല്ലാരും നിന്റെ കൂടെ ഇല്ലേ? അവൻ നിന്നെ ഇട്ടിട്ട് പോയാലും നീ തോറ്റു പോകില്ലെന്ന് അവന് നീ കാണിച്ചു കൊടുക്കണം. അധിക നാളൊന്നും ദൈവം നമ്മളെ കഷ്ടപ്പെടുത്തത്തില്ല. നോക്ക്, നിന്റെ ജീവിതത്തിൽ ഇപ്പൊ ഉള്ള ഇരുട്ട് മാറി വെളിച്ചം വരും. ധൈര്യം കൈവിടാതിരുന്നാൽ മാത്രം മതി. രാവിലെ ഗുരുജിയോട് സ്വപ്നം കണ്ട കാര്യം പറഞ്ഞപ്പോ അദ്ദേഹം പരിഹാരം ഉണ്ടാക്കാന്ന് പറഞ്ഞെങ്കിലും ഇത്ര പെട്ടെന്ന് മോളെ കൊണ്ടുവരാൻ സമ്മതിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. തന്റെ ചികിത്സയ്ക്കും അത് നല്ലതായിരിക്കും എന്നാ ഗുരുജി പറഞ്ഞത്. ഗുരുജി പറയുന്ന ഓരോന്നിനും ഓരോ അർത്ഥമുണ്ട്. പരിഹാരമില്ലാത്ത ഒരു കാര്യവും ഗുരുജി പറയാറില്ല. ദാ ഇത് കുടിക്കൂ. എപ്പോഴാ മോളെ കൊണ്ടുവരാൻ പോകുന്നത്? ഇപ്പൊ തന്നെ. ഇതിപ്പോ എന്തിനുള്ള മരുന്നാ? മറന്നുപോയ ഓർമ്മകളുടെ വിത്ത് വീണ്ടും മുളപ്പിക്കാനുള്ള ബ്രഹ്മി.